പിന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യവും വളരെ കഷ്ടത്തിലാണെന്ന് തോന്നുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ അവര് വലിയൊരു കൺഫ്യൂഷനിലാണ്. യഥാർത്ഥത്തിൽ ആ കൺഫ്യൂഷനാണ് അവരെ തൊലച്ചു കളഞ്ഞതെന്ന് ഞാൻ വിചാരിക്കണം. ഒരു UDF-ലേക്ക് വരണമെന്ന് വലിയ തോതിൽ ജോസ് കെ മാണി ആഗ്രഹിച്ചിരുന്നു. റോഷി അഗസ്റ്റിനെ എതിർക്കുകയും ചെയ്തു. ഇപ്പോ റോഷി അഗസ്റ്റിൻ തോൽക്കുകയും മാണി ജയിക്കുകയും ചെയ്താൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ചോദിച്ച ചോദ്യം. അങ്ങനെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ചിലപ്പോൾ UDF-ലേക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ ഏറ്റവും സാധ്യതയുള്ളതും അവരുടെ ഒരു സ്വാഭാവികം ഒരു കേരള കോൺഗ്രസ്. മാണിയും അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിനും പരാജയപ്പെട്ടാലോ, പ്രമോദ് നാരായണനും പരാജയപ്പെട്ടാലോ? അല്ല, അത് പരാജയപ്പെട്ട പിന്നെ എല്ലാം തീരുമ്പോൾ ഒരു ജയരാജ് ജയിക്കുമെന്ന് അറിയില്ല. എന്തായാലും ആകെ ജയരാജ് മാത്രമുണ്ട്. ജയരാജ് മാത്രമാണ് ജയിക്കാൻ ഉറപ്പുള്ളത് ഇതില്. മറ്റേത് മൂന്നൊന്നും ജയിക്കുമെന്ന് ഒരു ഉറപ്പില്ല. പൂഞ്ഞാറിലും ജയിക്കുമെന്ന് ഉറപ്പില്ല, ചങ്ങനാശ്ശേരിയും ജയിക്കുമെന്ന് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം തോൽക്കുകയും ജയരാജൻ മാത്രം ജയിക്കുകയും ചെയ്തു. ആലോചിക്കണം, കേരള രാഷ്ട്രീയം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാണി സാർ. അതെന്താന്ന് വെച്ചാൽ KM മാണിയുടെ നമ്മൾ കാണേണ്ടത്, KM മാണിയുടെ രാഷ്ട്രീയം എപ്പോഴും UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. അത് കോൺഗ്രസ്കാരൻ തന്നെ, പള്ളിയും മതവും കാര്യങ്ങളും സഭയും. കോൺഗ്രസിന് വിട്ടുപോയവരാണല്ലോ കേരള കോൺഗ്രസ്. അതിന്റെ ഒരു മുറിച്ച മുറിയാണല്ലോ. അതിനെ പലതരത്തിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണ്. കരുണാകരന് 1-ാം സ്ഥാനമുണ്ട്, CPM-ന് 2-ാം സ്ഥാനമുണ്ട്. അതിനെ മുറിച്ച് നശിപ്പിച്ചത്. അപ്പോൾ കരുണാകരൻ തന്നെ പലപ്പോഴും അവരുടെ ആവശ്യത്തിന് മുറിച്ചിട്ടുണ്ട്. മറ്റേ CPM നന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ കേരള അപ്പുറത്തേക്ക് പോയി, ഇപ്പുറത്ത് വന്നു. ഈ കളി നയനാർ മന്ത്രിസഭയിൽ വന്നു. അത് കഴിഞ്ഞ് KM മാണി ജോസ് കെ മാണി തിരിച്ചുപോയി. ഇത്തരം സകല കലാപരിപാടികളും ഉണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ അടിസ്ഥാനപരമായി ഇവരുടെ ബേസ് നഷ്ടപ്പെടും. ഇപ്പൊ ജോസ് കെ മാണി ബേസ് നഷ്ടപ്പെടും. ജോസ് കെ മാണി പരാജയപ്പെടുകയും ജോസ് കെ മാണി റോഷി അഗസ്റ്റിനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ലീഡർഷിപ്പിൽ ജയരാജായിരിക്കും. ജയരാജ് ഈ പറഞ്ഞ ഇക്വേഷനിലൊന്നും നിൽക്കുന്ന ആളല്ല. പട്ടക്കാരനും ജയരാജിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ജയരാജ് വേറെ എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ LDF-ന് നെഗറ്റീവ് ആണെങ്കിൽ വരുന്നതെങ്കിൽ വലിയ തോതിൽ കേരള കോൺഗ്രസ് എമ്മിന് നാശമുണ്ടാവും. അത് കഴിഞ്ഞ കേരള കോൺഗ്രസ് ജോസഫിനുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്തവണ അവര് കരകയറാനുള്ള ശ്രമമുണ്ട്. കാരണം അവര് 8 സീറ്റിലെ മത്സരിക്കുന്ന 7 സീറ്റും ജയിക്കുന്നു. 2 സീറ്റ് കിട്ടി. പക്ഷേ ഇത്തവണ സീറ്റ് മെച്ചപ്പെടുത്താം. 7 സീറ്റ് വരെ കിട്ടുന്നൊക്കെ അവരുടെ അവകാശവാദം. എനിക്കറിയില്ല. 7 സീറ്റ് വരെ ഞങ്ങൾക്ക് കിട്ടാം. ഇപ്പൊ കുട്ടനാട് കിട്ടും, എന്തായാലും കടുത്തുരുത്തി ജയിക്കും, തൊടുപുഴ ജയിക്കും, 3-4 സീറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റുന്ന വെച്ചാൽ ഇപ്പൊ പൂഞ്ഞാറ് പോലും ജയിക്കുമെന്നാണ് പറയുന്നത്. പൂഞ്ഞാറ് പോലും ജയിക്കുമെന്നാണ് പറയുന്നത്. ചങ്ങനാശ്ശേരി ജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 5-6 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനവും കിട്ടാം. മാത്രമല്ല ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് പതുക്കെ വരും. അധികാരമില്ലാത്തടത്ത് നിന്നിട്ട് കാര്യമില്ല.